പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ആടുകളെ ശാന്തരായി കിടത്തി ഉറക്കിയതിനു ശേഷം ആടുകളെ കാവലായി നോക്കി കാത്തിരുന്ന കാട്ടിടയന്മാരുടെ നടുവിലേക്ക് ദൂതൻ വന്ന് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എന്നിട്ട് മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് മശിഹ പിറന്നിരിക്കുന്നു. ഈ സദ്വാർത്ത കേട്ട ആട്ടിടയന്മാര്, ആ ഭാഗം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. തങ്ങളുടെ ആടുകളെ അവിടെ വിട്ടിട്ട് ദൈവം ദൂതൻ പറഞ്ഞ ആ അത്ഭുതത്തെ കാണുവാനായിട്ട് ബന്ധപ്പെട്ടു പോയെന്ന് അവിടെ എഴുതി വെച്ചിട്ട്, എന്നാ ഇത് ആരെ ഏൽപ്പിക്കും? ഈ ആടുകളെ ആര് നോക്കും? ഇത് ഓടിപ്പോകുമോ? ചെന്നായ്ക്കൾ വന്ന് പിടിക്കുമോ? ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. അവര് ദൂതൻ പറഞ്ഞ ആ അത്ഭുതത്തെ കാണുവാനായിട്ട് ബന്ധപ്പെട്ട് ബത്ലഹേമിലേക്ക് പോയി. കാരണം അവരുടെ ഭാരങ്ങളും അവരുടെ ആകുലതകളും അവരുടെ കൺസേൺസും യഹോവയിങ്കൽ സമർപ്പിച്ചു. നമ്മളും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എൻ്റെ പ്രിയരെ ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്ന അനേക ദൈവ മക്കളുണ്ടല്ലോ. ഒരുപാട് ആകുലതകളും വ്യാകുലതകളും ചിന്തകളും ഭാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സകലവും ദൈവത്തിൽ അർപ്പിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരായിരിക്കുന്ന നമുക്ക് ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു എന്നുള്ള വചനത്തെ ഏറ്റെടുത്ത് ബലത്തോടെ ആയിരിക്കാം, ഉറപ്പോടെ ആയിരിക്കാം, ധൈര്യത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. നമുക്കൊരു കാര്യത്തിൽ ധൈര്യം ഉണ്ടായാൽ മതി എൻ്റെ പ്രിയരെ. ഇന്ന് നമ്മൾ ഈ ലോകം വിട്ടു പോയില്ലെങ്കിലും നമ്മൾ ക്രിസ്തുവിലായിരിക്കണം. അല്പനാളും കൂടെ ദൈവം നമ്മുടെ ആയുസ് നീട്ടുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുക. അഥവാ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആയുസിനെ ദൈവം ചോദിച്ചാലും ക്രിസ്തുവിൽ നമ്മൾ മറിഞ്ഞിരിക്കണം, ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. രണ്ടായാലും ക്രിസ്തുവിലായിരിക്കുക. അതാണ് നമ്മുടെ ധൈര്യം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ റിച്ചാർഡ് പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, നാട്ടിൽ നിന്ന് എൻ്റെ ഫാദറിലോ കടന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, സിജു ഐപ്പ്. ഹെവൻലി ഫീസ്റ്റിന്റെ ഒരു ശുശ്രൂഷകനാണ്. എബി ബ്രദർ, ലിനു, രാജു അങ്കിൾ കുടുംബം, മമ്മി, സിജി ബ്രദർ കുടുംബം. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ ഇപ്രകാരം കാണുവാനായിട്ട്, ദൈവനാമത്തിൽ കടന്നു വരുവാനായിട്ട് ദൈവം ആയുസ്സും ആരോഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക്, വചനത്തിലേക്ക് കിടക്കാം. നമ്മൾ റോമാലേഖനം ആണല്ലോ തുടർച്ചയായി പഠിച്ചുകൊണ്ട് വരുന്നത്. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിലാണ്. ബൈബിള് നിങ്ങളുടെ കയ്യിലുള്ളവര് ആ അധ്യായം ഒന്ന് തുറന്നു വെച്ച് ആയിരിക്കുന്നത് എളുപ്പമായിരിക്കും ആ വാക്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിക്കുവാൻ. ഈ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 3 കാര്യങ്ങളാണ് നമ്മളോട് അറിയിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ ശക്തി, അതിന്റെ അധികാരം, അതാണ് അതിന്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ പറയുന്നതെങ്കിൽ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന് നമ്മുടെ മേലുള്ള ശുശ്രൂഷ എന്താണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കണ്ടത്. തുടർന്ന് 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വേഗം ഒന്ന് ചിന്തിച്ച് 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള
ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 8-ാം അധ്യായത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ പരിമിതി എന്താണ്? നമ്മള് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നിയമ അടിസ്ഥാനപ്പെട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഡയറക്റ്റ് ചെയ്താൽ അതിന്റെ പരിമിതി എന്താണ്? എന്താണ് ദൈവം നമ്മളെ വിളിച്ചപ്പോൾ, വേർതിരിച്ചപ്പോൾ, സ്വർഗീയ ജനം, വിശുദ്ധ ജനം എന്ന് നമുക്ക് പേർ ചെന്ന് നമ്മളെ പൊസിഷൻ ചെയ്തപ്പോൾ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ച വിശുദ്ധി എന്ന ഫലം, വിശുദ്ധീകരണം എന്ന ഫലം ലഭിച്ച രക്ഷയിൽ വളരുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് നഷ്ടമായി പോകുമെന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. കാരണം അതിന് പരിമിതികളുണ്ട്. നമ്മുടെ ബന്ധം കർത്താവുമായിട്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സഭയുടെ നിയമങ്ങളോ നിയമസംഹിതയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായമോ ഏതെങ്കിലും ഒരു വ്യക്തി എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തി എഴുതിയ പുസ്തകത്തിന്റെയോ ബേസിലായി പോകരുത്. ഞാൻ വീണ്ടും ഈ മീറ്റിംഗിൽ 7-ാം അധ്യായം പഠിപ്പിച്ചപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ റിമൈൻഡ് ചെയ്യുന്ന കാര്യം, നമ്മുടെ ബേസ് വചനത്തിലായിരിക്കണം. നമ്മുടെ മാതൃക കർത്താവായിരിക്കണം. നമ്മൾ കേൾക്കേണ്ടത് നമ്മുടെ ഉള്ളങ്ങളിൽ ഓരോ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുന്ന, ഉള്ളങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആയിരിക്കണം. ഹല്ലേലൂയ. അക്ഷരങ്ങളുടെ പഴക്കത്തിലല്ല. ഇന്ന് ഈ പരിശുദ്ധാത്മാവിനെ പുറമെ എഴുതി വച്ചിരിക്കുന്ന ഒരു അക്ഷര പലക നിയമ സംഹിതയുടെ മേൽ അല്ല, പകരം ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എങ്ങനെയാ ജീവിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്തരുത്, എന്താവാം, ഇതൊക്കെ നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറച്ചിരിക്കുക, പരിശുദ്ധാത്മാവിനെ ഫിക്സ് ചെയ്തിരിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്തു തരും. അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതും. എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമ്മൾ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവിനെ കേൾക്കണമെങ്കിൽ നമ്മുടെ ബന്ധം ആ പരിശുദ്ധാത്മാവിനോടായിരിക്കണം. നമ്മുടെ ബന്ധം ദൈവവചനത്തോടായിരിക്കണം. നമ്മൾ ഫോളോ ചെയ്യേണ്ട മാതൃക ഒരു വ്യക്തിയോ ഒരു പാസ്റ്ററോ ഒരു ശുശ്രൂഷകനോ ആയിരിക്കരുത്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവായിരിക്കണം. ഹല്ലേലൂയ. കാരണം ബാക്കിയുള്ളതിന് എല്ലാം പരിമിതികളുണ്ട്. പരിമിതി എന്ന് വെച്ചാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ദൈവം നമ്മളെ കുറിച്ച് എന്താഗ്രഹിച്ചോ അത് നടക്കത്തില്ല. അതാണ് പരിമിതി. എന്താണ് നടക്കത്തില്ലാത്തത്? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണം, രൂപാന്തരീകരണം, മാറ്റം. ക്രിസ്തുവെന്ന തലയോളം നാം വളരണം. അത് നടക്കത്തില്ല. അത് നടക്കാതെ പോകും. ഹല്ലേലൂയ. അപ്പോ ഈ 7-ാം അധ്യായം റോമാലേഖനം 7-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ 3 പരിമിതികളെ കുറിച്ചാണ് അപ്പോസ്തലനോട് പറയുന്നത്. ഒന്നാമത്തത് അതിന്റെ 14-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഇതാണ് എന്റെ ഒന്നാമത്തെ പരിമിതി. ന്യായപ്രമാണം ആത്മീയമാണ്, പക്ഷെ ഞാൻ ജഡമയന. ന്യായപ്രമാണത്തെ കുറിച്ച് 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ഹല്ലേലൂയ. കൽപ്പന, ദൈവം തന്ന കൽപ്പന വിശുദ്ധമാണ്, വിശുദ്ധനായ ദൈവം തന്നതാണ്, നല്ലവനായ ദൈവം തന്ന നല്ല കൽപ്പനയാണ്, അത് ന്യായമുള്ളതാണ്. പക്ഷെ ഞാനോ ജഡമയൻ. ആത്മീയമായ ന്യായപ്രമാണവും ജഡമയനായ ഞാനും ഇത് രണ്ടുകൂടെ ഒന്നിച്ചു പോകത്തില്ല. ഇത് രണ്ടും തമ്മിൽ ചേരത്തില്ല. അതാ അപ്പോസ്തലൻ ഒന്നാമത് പറയുന്നത്. 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, ന്യായപ്രമാണം ആത്മീയവും, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. Law is spiritual, but I am carnal. And one cannot change the other.
ഞാന് കാർണലായിട്ടുള്ള ജഡമയനായിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ആത്മീയമായ ആ ആ പ്രമാണത്തിന് എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല. ഹല്ലേലൂയ. നിയമത്തിന് എന്നെ വ്യത്യസ്തനാക്കാൻ, ആത്യന്തികമായിട്ട് വ്യത്യസ്തനാക്കാൻ കഴിയുകയില്ല. ഇതാ ഒന്നാമത്തെ പരിമിതി അപ്പസ്തലൻ പറയുന്നത്. അതാ 14-ാമത്തെ വാക്യം ഒന്ന് നിങ്ങളൊന്ന് നോക്കുകയെ. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അതുകൊണ്ട് അതിനെന്നെ മാറ്റുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് രണ്ടാമത്തെ പരിമിതി ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അതിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഹല്ലേലൂയ. ഈ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ പരിമിതിയാണ്. രണ്ടാമത്തെ പരിമിതി എന്തെന്ന് വെച്ചാൽ, ന്യായപ്രമാണം അല്ലെങ്കിൽ പ്രമാണത്തിന് ലോ കനോട്ട് എനേബിൾ യു ടു ഡു ഗുഡ്. എന്നെ നന്മ ചെയ്യുവാൻ, എനിക്ക് നന്മ ചെയ്യുവാനുള്ള പ്രാപ്തി ന്യായപ്രമാണത്തിന്, ശക്തി ന്യായപ്രമാണത്തിന്, കഴിവ് ന്യായപ്രമാണത്തിന് തരാൻ സാധിക്കത്തില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഹോളി സ്പിരിറ്റ് ഓൺലി എംപവേഴ്സ് യു, enlighten you, enables you. Enable ചെയ്യുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കഴിയാത്തതിനെ ചെയ്യുവാൻ പ്രാപ്തനാക്കുക. അതാണ് എനേബിൾ ചെയ്യുക, നിർത്തുക. ഞാൻ നിന്നതല്ല, എന്നെ നിർത്തുന്ന ഒരു ശക്തി, എന്നെ കഴിവുള്ളവനാക്കുന്ന ഒരു ശക്തി, ഒരു ബലം. അത് ഹോളി സ്പിരിറ്റിന് മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ. അത് നിയമത്തിന് തരാൻ പറ്റില്ല. ഹല്ലേലൂയ. കാരണം അപ്പസ്തലനോട് പറയുകയാ ഈ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, മനുഷ്യനിൽ എപ്പോഴും എൻ്റെ പ്രിയരെ വസിക്കുന്നത് ജഡികതയും അനാത്മികതയുമാണ്. ജഡത്തിന്റെ ആ ഒരു ആസക്തിയും അനാത്മികത, അതാണ് എൻ്റെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനുള്ളത്. നമുക്കത് 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ വായിച്ച ഭാഗത്ത് തന്നെ 14-ാമത്തെ വാക്യം നോക്കിക്കേ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പസ്തലൻ പറയും 7-18 ഒന്ന് നോക്കിക്കേ. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം മാറ്റില്ലാത്ത വചനം പറയുക, എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. ഹല്ലേലൂയ എന്ന് ഞാൻ അറിയുന്നു. ഇതൊരറിവാ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അറിവാ. 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് നോക്കിയാലോ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ വസിക്കുന്നത് എന്താ? എന്നിൽ വസിക്കുന്നത് പാപം. ഹല്ലേലൂയ. ഇതാണ്
നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള കണ്ടീഷൻ, ഒരു ഓൾഡ് നമ്മുടെ പഴയ മനുഷ്യന്റെ കണ്ടീഷൻ ഇതാ. നമ്മുടെ പഴയ സ്വഭാവം, പഴയ ഓൾഡ് നേച്ചറിന്റെ കണ്ടീഷൻ അതാ. എന്താണ്? ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, ഒരു നന്മയും വസിക്കുന്നില്ല, എന്നിൽ വസിക്കുന്നതോ പാപം. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ മഹാകൃപയാൽ, സ്നേഹത്താൽ നഷ്ടപ്പെട്ടു പോയ എന്നെ ദൈവം വീണ്ടെടുത്തു രക്ഷയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, എൻ്റെ പ്രിയരെ, അതുകൊണ്ടാ ഈ രക്ഷ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കേണ്ടത്. ദൈവം രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വയമേ പ്രവർത്തിച്ച് ചെയ്ത് എന്തെങ്കിലും പ്രവർത്തികളിലൂടെ ദൈവം എനിക്ക് ഒരുക്കുന്ന നിത്യതയിലേക്ക് കടക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ ഈ രക്ഷ, വീണ്ടും ജനനം, രക്ഷ എത്രത്തോളം ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ടാ രക്ഷിക്കപ്പെട്ടവർ ഈ ലഭിച്ച രക്ഷയെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം, അതിനെ മാനിക്കുക. അതാണ് അതിനെ മനസ്സിലാക്കിയവരാ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ പാടിയിരിക്കുന്നത്, അല്ലെ? മണ്ണെ പ്രതി മാണിക്യത്തെ ഞാൻ കളയില്ല എന്ന് പാടിയിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നാം വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മിൽ ഒരു പുതിയ പ്രകൃതം, ഒരു പുതിയ മനുഷ്യൻ, ഒരു ന്യൂ നേച്ചർ ഉണ്ടായി. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അതിന്റെ 8-ാം അധ്യായത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ 8-ാം അധ്യായം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ദിസ് ഹോളി സ്പിരിറ്റ് ക്യാൻ ഡു ഇൻ us. ഞാൻ ഈ 6-ാം അധ്യായം പ്രിപ്പയർ ചെയ്ത് 7-ാം അധ്യായം ഞാൻ ആദ്യം ചിന്തിച്ചത് വേഗം അങ്ങ് ഒറ്റ ക്ലാസ്സിൽ അങ്ങ് തീർത്ത് പോയിട്ട് വേഗം 8-ാം അധ്യായത്തിലേക്ക് കിടക്കാം. കാരണം 7-ാം അധ്യായം ആർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അധ്യായമല്ല. ആരും അത് കേൾക്കാനോ പഠിക്കുവാനോ, കാരണം നമ്മുടെ പാപത്തെക്കുറിച്ച്, നമ്മുടെ കുറവുകളെ കുറിച്ച്, നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് ജനങ്ങൾക്ക് കേൾക്കുവാൻ താല്പര്യമില്ല. അത് പറയുമ്പോൾ അവർക്ക് അത്രയ്ക്കും സുഖിച്ചെന്ന് വരില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നടത്തുന്ന വിധങ്ങൾ, പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികൾ, അതിന്റെ ആ മേഖലകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നുള്ളത് ആണ് ഈ 6-7 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ 8-ാം അധ്യായത്തിൽ പോയിട്ട് ഞാൻ അതുകൊണ്ട് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോ രസമാ. പക്ഷേ നിങ്ങള് കാരണം എൻ്റെ മുറിവുകളിലെ, എൻ്റെ വ്രണങ്ങളിലെ പഴുപ്പും രക്തമൊന്നും ഞെക്കി കളഞ്ഞ് ക്ലീൻ ചെയ്യാതെ വച്ച് കെട്ടുന്നത് ശരിയല്ല. പുറമേ വെളുത്ത തുണിയിട്ട് കെട്ടി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അകത്ത് പഴുപ്പൊക്കെ ഇരിപ്പുണ്ടെ അത് ഞെക്കി കളയണം, എന്നാലേ സൗഖ്യം പ്രാപിക്കൂ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടല്ലേ? 6-ാം അധ്യായം 1-5-6 നമുക്കൊന്ന് വായിച്ചാലോ? അതൊന്ന് വായിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. അയ്യോ, നിങ്ങൾ അധികം പിന്മാറുകയേ ഉള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വച്ചു കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം അങ്ങനെ അതാ അപ്പസ്തലൻ പറയുന്നത്, യെശയ്യാവ് പറയുന്നത്. അല്ലാതെ അതെല്ലാം മറച്ചു വെച്ച് കെട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോ
അതുകൊണ്ടാണ് നമ്മൾ ഈ 7-ാം അധ്യായത്തിൽ, എനിക്ക് തോന്നുന്നത് 5-6 ക്ലാസ്സുകളായി നമ്മൾ ഈ 7-ാം അധ്യായത്തിൽ തന്നെ. കാരണം എന്റെ പ്രിയരെ, അൾട്ടിമേറ്റ്ലി നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും, ഈ വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹവും നാം നിത്യതയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഈ ലോകത്തിൽ നമുക്കുണ്ടായിക്കൊണ്ട് കടന്നു പോകുന്ന കഷ്ടതകള്, ബുദ്ധിമുട്ടുകള്, നമ്മുടെ സൗകര്യപ്രദമായ ജീവിതം, സമ്പത്ത്, ധനം, ഇതെല്ലാം ഇതെല്ലാം നശ്വരമാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെ കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ നിത്യതയിൽ കാണണമെന്ന്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ 7-ാം അധ്യായം അല്പം വിശദമായിട്ട് തന്നെ പഠിക്കുന്നത്. ഈ 7-ാം അധ്യായത്തില് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ 2-ാമത്തെ പരിമിതി നമുക്ക് അല്പോടെ ഒന്ന് മനസ്സിലാക്കും. എന്റെ പ്രിയരെ, ഒരു വിശ്വാസിയുടെ ഉള്ളിൽ, അല്ലെ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ 2 പ്രകൃതമുണ്ട്. എ ബിലീവർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ 2 natures, either the old nature or the new nature. നമ്മുടെ ഒരു പഴയ പ്രകൃതം ഓർ ആ പുതിയ പ്രകൃതം. പഴയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ജഡത്താൽ ഇമ്പൾസീവായിട്ട്, ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട്, നമുക്ക് തോന്നുന്ന നിലയിൽ, നമ്മുടെ മോഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആ പഴയ ജഡമനുഷ്യൻ. പക്ഷേ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ പുതിയൊരു ആത്മീയ സ്പിരിച്വൽ നേച്ചർ നമ്മുടെ ഉള്ളില് ദൈവം തന്നിട്ടുണ്ട്. അത് ആ പുതിയ മനുഷ്യൻ, ആത്മീയൻ. കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 3 പ്രകൃതത്തെ കുറിച്ച് അപ്പസ്തോലൻ പറയുന്നുണ്ട്. പ്രാകൃത മനുഷ്യൻ, ജഡമനുഷ്യൻ, ആത്മീയൻ. നമ്മൾ പലരും കരുതി വച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരെല്ലാവരും പ്രാകൃതർ. അപ്പൊ ജഡമനുഷ്യൻ ആരാ? ഈ ജഡമനുഷ്യൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ വളർന്നിട്ടില്ല, രൂപാന്തരം ഒന്നും പ്രാപിച്ചിട്ടില്ല, വളർച്ച ഉണ്ടായിട്ടില്ല, ജഡമനുഷ്യൻ. പിന്നെ ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പറയുന്നത് ഞങ്ങളെല്ലാം ആത്മീയർ. അങ്ങനെയല്ല. ഇത് 3 നമ്മുടെ ഉള്ളങ്ങളിൽ തന്നെയുണ്ട് പ്രിയരെ. ഞായറാഴ്ച നമ്മൾ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആരാധനയുടെ സമയത്ത് നമ്മൾ ആത്മീയൻ. ഗൾഫിലൊന്നും കമ്മിറ്റി ഇല്ലാത്തതിനും കുഴപ്പമില്ല. നാട്ടില് കമ്മിറ്റി ഉള്ളത് കൊണ്ട് ആരാധന കഴിഞ്ഞ് കമ്മിറ്റിയുടെ സമയമാകുമ്പോൾ നമ്മൾ ജഡികനായി. കാരണം നമ്മൾ പറയാറില്ലേ പലപ്പോഴും, രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നീ എന്നെ വായിക്കുന്ന വല്ലതും കേട്ട തന്നെയായിരുന്നു. അങ്ങനെ പറയാറില്ലേ? ഞാൻ രക്ഷിക്കപ്പെട്ടു പോയത് കൊണ്ടാ, ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിലായിരുന്നെങ്കിൽ അത് ജഡമാ. പിന്നെ കമ്മിറ്റി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ ചർച്ചില് അന്യഭാഷ, പുറത്തിറക്കി കഴിയുമ്പോ പിന്നെ മറുഭാഷയൊക്കെ വരുന്നത്, പ്രാകൃതൻ. ഇത് 3 നമ്മുടെ ഉള്ളങ്ങളിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. അല്ലാതെ 3 ഗ്രൂപ്പല്ല. ഇത് 3 ഡോർമെന്റ് ആയിട്ട് നമ്മുടെ ഉള്ളങ്ങളിലുണ്ട്. ഏതിനെയാണോ നാം ആക്ടിവേറ്റ് ചെയ്യുന്നത് അത് കയറി വരും. നമ്മുടെ ഉള്ളങ്ങളിൽ ജഡമനുഷ്യനും ഉണ്ട്, പ്രാകൃത മനുഷ്യനും ആത്മീയനും ഉണ്ട്. ഇത് 3നെയും ഒരുപോലെ നമുക്ക് സേവിക്കുവാൻ കഴിയുകയില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് കൂട്ടായ്മയില്, എന്റെ പ്രിയ, ഈ ബോഡി, ശരീരം ന്യൂട്രലാണ്. നാം എന്തിന് അനുവാദം കൊടുക്കുന്നുവോ അത് നമ്മുടെ ശരീരത്തെ ഭരിക്കും. ഹല്ലേലൂയ. നാം ജഡത്തിന്റെ ചിന്തകളെ അനുവദിച്ചാൽ അത് ഭരിക്കും.
ആത്മീയമായ ചിന്തകൾ ആണെങ്കിൽ നമ്മുടെ ശരീരം അതിനോട് അഡാപ്റ്റ് ആവും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മൂന്നും നമ്മുടെ ഉള്ളങ്ങളിൽ തന്നെയുണ്ട്. അല്ലാതെ അവര് പ്രാകൃതൻ, ഇവര് ജഡമയൻ, ഞങ്ങളെല്ലാം ആത്മീയർ, അങ്ങനെയല്ല പ്രിയരെ. അപ്പൊ നമ്മളിത് ഈ ഈ ഈ നമ്മൾ ഈ കൂട്ടായ്മയിൽ ഇരുന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, എന്റെ ഉള്ളങ്ങളില് എന്റെ പ്രകൃതത്തിൽ ഏത് പ്രകൃതമാ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ചർച്ചയിൽ വരുമ്പോൾ മാത്രമേ ഞാൻ ആത്മീയ പ്രകൃതം കാണിക്കുന്നുള്ളൂ. അതിനുശേഷം എന്റെ പ്രകൃതം മാറുന്നുണ്ടോ? ഇത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഹല്ലേലൂയ. നമ്മളൊരു കാർ ഓടിച്ചൊരു ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ജഡം എടുത്തു, പുറത്തേക്ക് എടുത്തു. അല്ലെങ്കിൽ ഒരാൾ വന്നൊരു ഒരു ഒരു ഹോൺ അടിച്ചു, അല്ലെങ്കിൽ ഹോങ്ക് ചെയ്തപ്പോൾ നമ്മുടെ ജഡ സ്വഭാവം പുറത്തേക്ക് വന്നു. ടപ്പെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു, ഇമ്പൾസീവ് ആയിട്ട് റിയാക്ട് ചെയ്തു. എന്റെ പ്രിയ അപ്പസ്തോലൻ പറയുന്നത്, ന്യായപ്രമാണം, ലോ ഈസ് എസെൻഷ്യലി ഗുഡ്, ബട്ട് ഐ ആം എസെൻഷ്യലി ബാഡ്. ഞാൻ അടിസ്ഥാനപരമായിട്ട് പാപിയ. അതാ പ്രശ്നം. ദൈവം തന്ന ന്യായപ്രമാണം നല്ലതാ, പക്ഷെ ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഞാൻ ജഡമയൻ. എന്നിൽ പാപം, നന്മയൊന്നും വസിക്കുന്നുമില്ല. ഹല്ലേലൂയ. സി അതാണ് അതിനകത്തെ ആ ആ പ്രശ്നം അതാ. അതുകൊണ്ട് ഇത് രണ്ടുകൂടെ തമ്മിൽ ചേരത്തില്ല എൻ്റെ പ്രിയരെ. ജഡവും ആത്മാവും തമ്മിൽ ചേരുകയില്ല. അതാ എൻ്റെ രണ്ടാമത്തെ പരിമിതി, ന്യായപ്രമാണത്തിന്റെ പരിമിതി. ന്യായപ്രമാണം നല്ലതാ, പക്ഷെ എന്റെ നേച്ചർ എന്ന് വെച്ചാൽ ഞാൻ അടിസ്ഥാനപരമായിട്ട് ജഡമയനാ. അടിസ്ഥാനപരമായിട്ട് ഞാൻ പാപിയ. എന്റെ ഉള്ളങ്ങളിൽ രണ്ട് പ്രകൃതമുണ്ട്. എന്റെ ഉള്ളങ്ങളിൽ രണ്ട് പ്രകൃതമുണ്ട്. പക്ഷെ ഞാൻ ഏതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുവോ അതാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒന്നാമത്തെ ന്യായപ്രമാണത്തിന്റെ പരിമിതി എന്തായിരുന്നു? അതിനെന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, മാറ്റം തരുവാൻ കഴിയുകയില്ല. രണ്ടാമത്തത്, ഈ ന്യായപ്രമാണത്തിനെ പ്രാപ്തനാക്കാൻ കഴിയുകയില്ല. കാരണം എന്നിൽ രണ്ട് സ്വഭാവങ്ങൾ ഇരിക്കുക. ഏതൊക്കെയാ? ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ ആ ജഡമനുഷ്യൻ പിന്നെ ഇല്ലാതായി. അത് ഇമ്മ്യൂൺ ആയിപ്പോയി എന്ന് ചിന്തിക്കരുത്. അത് രണ്ടും എന്നിലുണ്ട്. ന്യായപ്രമാണത്തിന് എൻ്റെ ജഡമനുഷ്യനെ അശക്തനാക്കി എന്നിലെ ആത്മീയ സ്വഭാവത്തെ അത് നടക്കത്തില്ല. അതാ പ്രാപ്തനാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അതിന് പരിശുദ്ധാത്മാവ് മാത്രമേ കഴിയൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ എന്നെ ശക്തിപ്പെടുത്തി എന്നെ ആ ജഡത്തിന്റെ സ്വഭാവത്തെ ജയിക്കാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ നമ്മളോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏതെങ്കിലും ഒരു നിയമത്തിന്റെ, ചട്ടത്തിന്റെ കീഴിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് ഒഴുകി അങ്ങ് പോകാനേ പറ്റുള്ളൂ എൻ്റെ പ്രിയരെ. നമുക്ക് വളരാനായിട്ട് സാധിക്കത്തില്ല. ആത്മീയമായിട്ട് വിശുദ്ധിയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ, ക്രിസ്തു എന്ന തലയോളം എനിക്ക് വിശുദ്ധിയിൽ വളരുവാനായിട്ട് കഴിയത്തില്ല. അതിന് കഴിയണമെങ്കിൽ നമ്മൾ ചേർന്നിരിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടാണ്. നമുക്ക് ബന്ധമുണ്ടായിരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. എന്തെങ്കിലും ഒരു നിയമത്തോടോ എന്തെങ്കിലും ചട്ടത്തോടോ ഏതെങ്കിലും പണ്ട് ഇങ്ങനെ ഒരു ബ്രദർ പറഞ്ഞു, ഈ കർത്തൃദാസൻ എൻ്റെ ഒരു 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 സ്വകാര്യ അഹങ്കാരമാണ് ഈ കർത്തൃദാസൻ.
ഞാനിപ്പോ ചിന്തിക്കുകയായിരുന്നു, അപ്പൊ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ ആരിൽ, നമ്മുടെ സ്വകാര്യ അഹങ്കാരം ആരായിരിക്കണം? നമ്മുടെ കർത്താവല്ലേ? അതോ വേറൊരു വ്യക്തിയായിരിക്കും? ചിന്തിച്ചു നോക്ക് പ്രിയരെ. ഹല്ലേലൂയ. ഞാനത് അവിടെ വിടുക. മുൻപോട്ട് പോയാല് അതിന്റെ 22, 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളില് ആ അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എന്നിട്ട് അപ്പസ്തലൻ പറയുക, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇച്ചിരി ഇച്ചിരി കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ആ ഭാഗം. അതൊന്ന് സിമ്പിളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ 7-ാം അധ്യായം പലരും വെറുതെ അങ്ങ് വായിച്ചു വിടാനായിട്ടുള്ള കാരണം ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക പുസ്തകം. അതുകൊണ്ട് മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണല്ലോ ഒരു ടീച്ചറായ എൻ്റെ ഒരു കടമ. സി, ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ നിയമത്തിന് എന്നെ സ്വതന്ത്രനാക്കാൻ കഴിയത്തില്ല. ആ 23-ാമത്തെ വാക്യം ആ ഒന്ന് വായിച്ചേ, അതിന്റെ അവസാനം. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു, എന്നെ അടിമയാക്കി കളയുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് എന്നെ സ്വതന്ത്രനാക്കാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയുടെ പഴയ പ്രകൃതം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മിൽ രണ്ട് പ്രകൃതങ്ങളുണ്ട്: പുതിയ പ്രകൃതം, പഴയ പ്രകൃതം. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിന് നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. എപ്പോൾ? ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ ദൈവമകനായപ്പോൾ, ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ ശേഷം. ഹല്ലേലൂയ. അതിനു മുൻപ് ഈ പുതിയ പ്രകൃതിയില്ല, ഒരു പ്രകൃതി, പഴയ പ്രകൃതം, ജഡമനുഷ്യൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അവന്റെ ഉള്ളിൽ നിന്ന് ഒരു നന്മയും വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ഈ ഈ വിശ്വാസിയുടെ, ഒരു ബിലീവറിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ പഴയ പ്രകൃതം ഉണ്ടല്ലോ, അവനെ എപ്പോഴും പുറകോട്ട് വലിച്ചോണ്ടായിരിക്കും. പിറകോട്ട് വലിച്ച് അവനെ എപ്പോഴും ഈ നിയമത്തിന്റെ കീഴിൽ അവനെ അടിമത്തത്തിൽ നിർത്താൻ, അതാണ് അതിന്റെ ആ ഒരു ത്വര. അപ്പൊ ചിന്തിക്കാം, ബ്രദറെ, നമുക്ക് വിൽ പവർ ഒക്കെ വെച്ച് ചെയ്യത്തില്ലേ? വിൽ പവർ, നമ്മുടെ വിൽ പവർ കൊണ്ട് കുറെയൊക്കെ പറ്റും. ബട്ട് ഓൾ ഓഫ് ദം ആർ ടെമ്പററി എന്റെ പ്രിയരെ. വിൽ പവർ കൊണ്ട് പറ്റുമെങ്കിൽ രാജാവായിരുന്ന യഹോവയുടെ ഇഷ്ടഗായകൻ ആയിരുന്ന ദാവീദ് പറയുക, വചനത്തില്, സങ്കീർത്തനത്തിൽ പറയുക, എന്റെ മനസ്സ് ഇടുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവും, നമുക്കും ഉണ്ടാവാം. ദാവീദിനുണ്ടായെങ്കിൽ നമുക്കുണ്ട്. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. എന്റെ പ്രിയരെ, അപ്രത്യക്ഷമായിട്ട്, അപ്രതീക്ഷമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എത്ര വിൽ പവർ ഉള്ളവന്റെയും ധൈര്യം ചോർന്നു പോവും, അവന്റെ ശക്തി ക്ഷയിച്ചു പോകും. എല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ വരുമ്പോഴാണ് നമുക്ക് ധൈര്യമൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അപ്രതീക്ഷമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അല്ലെ നമ്മൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലൻ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ. അത് മാത്രല്ലേ, 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് വായിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 56-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം ശക്തിപ്പെടുത്തുന്നത് എന്നെയല്ല,
പാപത്തെയാണ്. പാപത്തിന്റെ ശക്തിയോ എന്ത്? ന്യായപ്രമാണം. ലോ എന്നിൽ ന്യായപ്രമാണത്തെ ശക്തിപ്പെടുത്തുന്നു, എന്നിലുള്ള പാപത്തെ ശക്തിപ്പെടുത്തുന്നു, പക്ഷെ എന്നെ ശക്തീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? 22-ാമത്തെ വാക്യം, 7-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 22 ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതുകൊണ്ട് അതെന്നെ ബദ്ധനാക്കി കളയുക, എന്നെ ശക്തീകരിക്കുന്നില്ല, അതെന്നെ ബദ്ധനാക്കി കളയുന്നു. അത് ഞാൻ അല്പോടെ ഒന്ന് വിശദീകരിച്ചാല്, ആ 22-ാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ചാല്, ഇത് ഈ വിശദീകരണം കേട്ടതിന് ശേഷം നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കും. എന്റെ ഉള്ളിൽ ഒരു പുതിയ പ്രകൃതമുണ്ട്. അതായത് ഒരു ആത്മീയ മനുഷ്യൻ ഇരിപ്പുണ്ട്. ഈ പുതിയ മനുഷ്യന്, അല്ലെങ്കിൽ ഈ പുതിയ പ്രകൃതത്തിന്, അല്ലെങ്കിൽ ഈ ആത്മീയ മനുഷ്യന്, എൻ്റെ അകത്തിരിക്കുന്ന ആത്മീയ മനുഷ്യന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കണമെന്നാണ് ആഗ്രഹം. അവൻ രസിക്കുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ വേറൊരു മനുഷ്യനോട് ഇരിപ്പുണ്ട്. എൻ്റെ പഴയ സ്വഭാവം, എൻ്റെ പഴയ പ്രകൃതം, എൻ്റെ ജഡ സ്വഭാവം, എൻ്റെ പഴയ നേച്ചർ. പുതിയ മനുഷ്യന്റെ ആഗ്രഹം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുകയാ പുതിയ മനുഷ്യൻ. പക്ഷെ എൻ്റെ ഉള്ളിലിരിക്കുന്ന പഴയ മനുഷ്യൻ, ആ കാർണൽ നേച്ചർ, അത് രസിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ബ്രേക്ക് ചെയ്യുന്നതില്ല, അതിനെ നിരസിക്കുന്നതില്ല, അതിന്റെ സന്തോഷം. ഞാൻ പറഞ്ഞ രണ്ട് വ്യത്യാസം മനസ്സിലായോ? അതാണ് ആ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 23 എങ്കിലും ഞാൻ ദൈവത്തിന്റെ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള പുതിയ മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുകയാണ്. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുക. രണ്ട് പ്രകൃതങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഒരു പ്രകൃതത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ രണ്ടാമത്തെ പ്രകൃതത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ബ്രേക്ക് ചെയ്യുന്നതിലാണ് അതിന്റെ സന്തോഷം. ഇത് രണ്ടും എൻ്റെ ഉള്ളങ്ങളിലുണ്ട്. ഹല്ലേലൂയ. വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ഒരാളെ എൻ്റെ ഉള്ളിലുള്ളൂ. അതാരാ? പഴയ പ്രകൃതം. ഈ ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു പ്രകൃതം. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ രണ്ട് പ്രകൃതങ്ങളുണ്ട്, രണ്ട് വ്യക്തികൾ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇച്ചിരി മനസ്സിലാവും. ഒന്ന് കർത്താവ്, രണ്ട് ആദാം. നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ ആദാം ആ സിംഹാസനത്തിൽ രാജാവായിട്ട് വാണിരുന്നത്. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എൻ്റെ ഉള്ളങ്ങളിലേക്ക് വന്നു. ആദാം വാലും ചുരുട്ടി സിംഹാസനത്തെ നിറങ്ങി താഴെ ഇരിക്കുക. ആരെയാ നമ്മൾ ഇരുത്തിയിരിക്കുന്നത്? കർത്താവിനെ ഇപ്പൊ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ അവൻ താഴെ ഇരിപ്പുണ്ട്, അവൻ അവിടുന്ന് പോയിട്ടില്ല, അവൻ താഴെ ഇരിപ്പുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കർത്താവിന്റെ കാലെ പിടിച്ച് വലിച്ച് ആഴ്ചിട്ട് ആദാമിനെ കയറ്റിയിരുത്തും. ഇതാണ് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സ്ട്രഗിൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം, നേരത്തെ ആദാം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അവനായിരുന്നു സിംഹാസനത്തിനായിരുന്നു വാഴുന്നത്, എൻ്റെ പഴയ സ്വഭാവം, ആദാമ്യ സ്വഭാവം. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം എനിക്കൊരു പുതിയ പ്രകൃതത്തെ തന്നു. കർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു. അവനാ എന്നെ ഭരിക്കുന്നത്, കർത്താവ് എന്നെ ഭരിക്കുന്നത്. പക്ഷെ ആദാം വാലും ചുറ്റി ആ സിംഹാസനത്തിൽ താഴെ ഇരിക്കുകയാണ്.
എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ആദാമിനെ പിടിച്ച് സിംഹാസനത്തെ ഇരുത്തും. എന്റെ പഴയ സ്വഭാവത്തെ പിടിച്ച് സിംഹാസനത്തെ ഇരുത്തും. എന്റെ ആത്മീയ സ്വഭാവത്തെ വലിച്ചു താഴെയിടും. ഇതൊരു സ്ട്രഗിളാ. ഇതൊരു ഒരു 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 വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സ്ട്രഗിളാ. ആരാണ് ഭരിക്കുന്നത്? അത് അല്പം കൂടെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു 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 പാപത്തിന്റെ മുഖത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോ ആ കർത്താവ് നമ്മളെ കുറിച്ച് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഒരു 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 പ്രലോഭനം എന്റെ മുൻപിൽ വന്ന് നിൽക്കുക. രണ്ട് വ്യക്തികൾ എന്റെ ഉള്ളിലിരിപ്പുണ്ട്. ആരൊക്കെയാ? കർത്താവും ആദാമും. ഈ പ്രലോഭനത്തെ മാനേജ് ചെയ്യാനായിട്ട് ഞാൻ ആരെയാ അനുവദിക്കുന്നത്? കർത്താവിനെയാണോ ആദാമിനെയാണോ? എന്റെ പുതിയ പ്രകൃതത്തെയാണോ എന്റെ പഴയ പ്രകൃതത്തെയാണോ? എന്റെ പുതിയ പ്രകൃതത്തെയാണെങ്കിൽ ആ പ്രലോഭനം വാലും ചുറ്റി പോകും. പക്ഷെ എന്റെ പഴയ പ്രകൃതമാണെങ്കിൽ പ്രലോഭനത്തെ അവൻ ആനയിച്ചകത്ത് കൊണ്ടുവരും. ഇതല്പം കൂടെ വ്യക്തമാകാനായിട്ട് മനസ്സിലായി നിയമിച്ചിരിക്കും. If you let Jesus Christ to manage your temptations, you will have a victorious Christian life. Otherwise, if you let Adam to manage, you are sure to fail. നമ്മൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും തോറ്റുപോകുന്നില്ലേ? അതുകൊണ്ട് നമ്മള് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇനി പാപം ചെയ്യാത്തൊരവസ്ഥയിലോട്ടൊന്നും ആരും മാറുന്നൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ഈ ലേഖനങ്ങൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നമ്മൾ അങ്ങനെ ഒരു വി ആർ ഇമ്മ്യൂൺ ടു സിൻ ഒന്നും അങ്ങനെയല്ല. പക്ഷെ ഞാനിത് പഠിപ്പിക്കുമ്പോൾ, നമ്മളിത് വചനത്തിൽ നിന്ന് വേർതിരിച്ചു തരുമ്പോൾ നമ്മൾ ഭയപ്പെടാനൊന്നുമല്ല. യോഹന്നാന്റെ ലേഖനത്തിൽ നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധമാക്കുവാൻ ഇപ്പോഴും കർത്താവിന്റെ കാൽവരിയിൽ ഒഴുക്കിയ രക്തം ശക്തമാണ്. പക്ഷെ നിങ്ങൾ പാപങ്ങളെ മറച്ചു വെക്കുന്നുവെങ്കിലോ, ഹല്ലേലൂയ. നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഞാൻ ആ ഭാഗം നമ്മളിപ്പോ ഈ റോമാലേഖന പഠനത്തിലായതുകൊണ്ട് ആ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തില്, എന്റെ പ്രിയരെ, നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല്, ഒരു പാപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാല്, കർത്താവെ ഞാൻ പാപം ചെയ്തോ എന്ന് എനിക്കറിയില്ല, പാപം ചെയ്തെന്നൊക്കെയാ തോന്നുന്ന, ചെയ്തെങ്കിൽ ക്ഷമിച്ചേര്, അങ്ങനെയൊന്നും അല്ല പ്രാർത്ഥന എന്റെ പ്രിയരെ. അതൊന്നും അല്ല പ്രാർത്ഥന. കാരണം ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരു വക്കീലായിട്ട്, ഒരു കാര്യസ്ഥനായിട്ട്, ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മുടെ മഹാപുരോഹിതനായിട്ട് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവാ. അപ്പോ ആ കർത്താവിന്റെ അടുക്ക് ആ വക്കീൽ, നമ്മൾ ചിന്തിച്ചു നോക്കിയാ, നമ്മൾ നാട്ടിലൊരു തെറ്റ് ചെയ്തിട്ട് ഒരു വക്കീൽ കഴിഞ്ഞിട്ട്, വക്കീൽ ഞാൻ എന്തൊക്കെയോ ചെയ്തായിരുന്നു, വക്കീൽ പറയും നീ കൃത്യമായിട്ട് കാര്യം പറ, ഞാൻ എന്തോ ചെയ്തു. അങ്ങനെയല്ല. നമ്മൾ ചെയ്ത പാപം എന്താണോ അത് വ്യക്തമായി കൃത്യമായി ദൈവത്തിന്റെ മുൻപിൽ അതിന്റെ പേര് പറഞ്ഞേറ്റു പറയണം. കർത്താവ് എനിക്ക് പറ്റിപ്പോ, അങ്ങനെയല്ല. അതല്ല പ്രോപ്പർ. അതല്ല നമ്മൾ ഏറ്റുപറച്ചിൽ. ഞാൻ ഇന്ന തെറ്റ് ചെയ്തു, ഞാൻ ഇന്ന വ്യക്തിയെ ഇന്ന രീതിയിൽ വഞ്ചിച്ചു, എന്നോട് ക്ഷമിക്കണേ കർത്താവേ, ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിച്ചേ കർത്താവ്. അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന അരുതാത്തത് പറഞ്ഞു, ഇന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു, എന്നോട് ക്ഷമിക്കണേ കർത്താവേ. ഹല്ലേലൂയ. കാരണം ഇത് രണ്ടും നമ്മുടെ ഉള്ളങ്ങളിൽ ഇരിക്കുക എൻ്റെ പ്രിയരെ. അതുകൊണ്ട് നമ്മളല്ലാത്ത പക്ഷെ നമ്മള് കളങ്കമില്ലാത്ത, കന്മഷമില്ലാത്ത, കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു 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 ലോകത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതുവരെ ഇതെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ 3 കാര്യങ്ങളാ നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ. എനിക്കറിയാം ഇത് ഇച്ചിരി ഹാർഡ് ബീറ്റുമാണ്, ഇച്ചിരി കേൾക്കാൻ രസമുള്ള കാര്യമല്ല, എല്ലാവർക്കും വായിക്കോട്ടേക്ക് വരും.
പക്ഷെ അടുത്ത ചാപ്റ്റർ 8-ാം അധ്യായം മുതൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്റെ പ്രിയരെ. ഹല്ലേലൂയ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ 8-ാം അധ്യായത്തിൽ പഠിക്കും. നമ്മൾ ഈ ചാപ്റ്റർ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മൾ ന്യായപ്രമാണത്തിന്റെ ശക്തി എന്തെന്ന് കണ്ടു. നമ്മൾ അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചേ, പക്ഷെ നമ്മൾ തിരിച്ചങ്ങോട്ട് പോയാൽ അതിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. 2, നമ്മൾ കണ്ടു ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചല്ലോ. എന്റെ പാപ സ്വഭാവത്തെ, എന്റെ പാപത്തിന്റെ ആ ശക്തിയെ, കാഠിന്യത്തെ എനിക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത് ന്യായപ്രമാണത്തിലൂടെയാണ് എനിക്ക് വെളിപ്പെടും. ഞാൻ പാപം ചെയ്തു, മോഹം എന്നുള്ളത് പാപമായി പോയി എന്ന്, എനിക്ക് മോഹിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ഇപ്പൊ ചിരിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിരിക്കുന്നത് പാപമാകത്തില്ലായിരുന്നു. ചിരിക്കുന്ന പാപമാണെന്ന് പ്രമാണത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് പാപമല്ല. അല്ലെ പിന്നെ എങ്ങനെയാ പാപമാകുന്നത്? അതാണ് അതിന്റെ ശുശ്രൂഷ. പിന്നെ നമ്മൾ മൂന്നാമത് ഇന്ന് കണ്ടത് ന്യായപ്രമാണത്തിന്റെ പരിമിതി, ഇന്നബിലിറ്റി എന്തൊക്കെയാണ്. ഒന്നാമത്തത്, ന്യായപ്രമാണം cannot change you. Law cannot change you. രണ്ടാമത്, law cannot enable you to do good. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ നിയമത്തിന് നമ്മെ നന്മ ചെയ്യുവാൻ കഴിവുള്ളവനാക്കാൻ സാധിക്കത്തില്ല, പ്രാപ്തനാക്കാൻ സാധിക്കും. That's why it cannot enable you to do good. മൂന്നാമത്, law cannot set you free. See, it cannot change you, it cannot enable you, it cannot set you free. ബ്രദർ, അപ്പൊ ഞാൻ എന്തു ചെയ്യും? ആകാശത്തിന്റെ കീഴെ മനുഷ്യപുത്രന്മാരുടെയിൽ രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു നാമം മാത്രം, കർത്താവായ യേശുക്രിസ്തു ഒരു നാമം മാത്രം. കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാ നമ്മുടെ ബന്ധവും നമ്മുടെ ചിന്തയും നമ്മുടെ നോട്ടവും നമ്മുടെ ഈ സകലതും കർത്താവിലായിരിക്കണം. ഇതിനിടയ്ക്ക് ഒന്നും വരരുത്. ഇതിനിടയ്ക്ക് ഒരു വ്യക്തി വരരുത്, ഒരു വ്യക്തി സംഹിതകളും വരരുത്, ഒരു വ്യക്തിയുടെ പുസ്തകവും വരരുത്, ഒരു ലോക്കൽ ചർച്ചിന്റെ നിയമങ്ങളൊന്നും വരരുത്. കർത്താവായിരിക്കണം, കർത്താവിനോടുള്ള റിലേഷൻ. ഇത് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ചേർത്തോട്ടെ, നമുക്ക് തോന്നിയ നിലയ്ക്ക് ജീവിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മളൊരു ഒരു ലോക്കൽ ചർച്ചിലായിരിക്കുമ്പോൾ ആ ചർച്ചിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അതായത് പ്രാർത്ഥന 9:30 തുടങ്ങുന്ന വെച്ചാൽ അത് അവിടുത്തെ ഒരു നിയമമാണ്. 9:30 തന്നെ ചെല്ലണം. എനിക്കിനി നിയമമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇനി 10:30 വരുള്ളൂ, അങ്ങനെയല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തോട്, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ, ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ തീരുമാനത്തിന്റെ അൾട്ടിമേറ്റ് ആത്യന്തികമായ തീരുമാനം കർത്താവായിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ അനുസരിച്ചായിരിക്കണം, ദൈവവചന അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാ അപ്പൊ ചോദിക്കുക, ബ്രദറെ ഇനി എന്താ ഇതിനുള്ള ഒരു വേ ഔട്ട്? അതാണ് അതിന്റെ 25-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പഴയ പ്രകൃതം, എന്റെ പഴയ സ്വഭാവം, ഞാൻ പഴയ ദാസനായി വിൽക്കപ്പെട്ട ന്യായപ്രമാണത്തിന് ഇതൊന്നും കഴിഞ്ഞില്ല. എന്നെ രക്ഷിപ്പാനോ കഴിഞ്ഞില്ല, എന്നെ പ്രാപ്തനാക്കാനോ കഴിഞ്ഞില്ല, എന്നെ സ്വതന്ത്രനാക്കാനോ കഴിഞ്ഞില്ല. ഒന്നും സാധിക്കാത്ത അവസരത്തിൽ ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കിയപ്പോൾ, ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ, എന്റെ പഴയ പ്രകൃതത്തിലേക്ക് നോക്കിയപ്പോൾ, പ്രമാണത്തിലേക്ക് നോക്കിയപ്പോൾ, അപ്പോസ്തലൻ 24 പറയുകയോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പക്ഷെ നമ്മുടെ ഉദയ നക്ഷത്രമായ കർത്താവിലേക്ക് നോക്കിയപ്പോ പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കാരണമാണ്. ഹല്ലേലൂയ. Because I am united with Christ, I am dead to law. I am no longer under the law. ഹല്ലേലൂയ. എന്റെ പ്രിയ, നമ്മൾ എപ്പോഴും ഓർത്തോണേ, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ അതിനെയാണ് വായിച്ചത്. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചുവെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. എന്റെ പ്രിയരെ,
നിങ്ങളെ തന്നെ എണ്ണുവീൻ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ആ ഈ ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 25-ാം വാക്യത്തില്, 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് ആ വാക്യം ഇനി അത് മാത്രമേ ഇതിനകത്ത് ബാക്കിയുള്ളൂ. അതിന്റെ ആദ്യ ഭാഗം ഞാൻ വായിച്ചു. ആ 25-ാം വാക്യത്തിന്റെ അവസാനം രണ്ടാമത്തെ ഭാഗം നോക്കിയേ. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതെന്താ അവിടെ? അതൊന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇവിടെ വിടാം. ഈ ബുദ്ധി എന്നുള്ളത് ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ചീത്ത കാര്യമായിട്ടാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവവചനത്തിൽ ബുദ്ധി എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് വെച്ച് കാറ്റടിച്ചു, അവൻ ബുദ്ധിയുള്ളവനാ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുന്നത് ബുദ്ധിമാൻ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാൻ. ഹല്ലേലൂയ. ഇവിടെ ബുദ്ധി കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്നിലെ പുതിയ മനുഷ്യൻ, എന്നില് പുതുതായി ഉദിച്ച ബുദ്ധി. അതെന്താ? എന്നിൽ പുതുതായി ഉദിച്ച ബുദ്ധി? എന്നിൽ പുതുതായി ഉണ്ടായ ഒരു അറിവെന്താ? ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെതാ. ഈ ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തെയും ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തെ ഞാൻ സേവിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ ബുദ്ധി കൊണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു പഴയ മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. അതെന്താ? ജഡ സ്വഭാവം. അതാരെയാ സേവിക്കുന്നത്? ജഡത്തെ, പാപപ്രമാണത്തെയും സേവിക്കുന്നു. ഹല്ലേലൂയ. അതാ ആ വാക്യത്തിന്റെ അർത്ഥമേ. രണ്ടാമത്തെ ഭാഗം, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ. ബുദ്ധി കൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും ജനനം, ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ഉള്ളങ്ങളിൽ വീണ്ടും ജനനം എന്ന അനുഭവം വന്നപ്പോൾ, കർത്താവ് എന്നെ രക്ഷിച്ചപ്പോൾ എൻ്റെ ഉള്ളങ്ങളിൽ വന്ന ഒരു പുതിയ അറിവ്. അതെന്താ? ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ഈ ഒരു അറിവ് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തെ സേവിക്കും. പക്ഷെ എന്നിലെ പഴയ മനുഷ്യനുണ്ട്. അതാരെയാ സേവിക്കാൻ ആഗ്രഹിക്കുന്നത്? പാപത്തെ. ഹല്ലേലൂയ. അതാ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയ, നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളങ്ങളിൽ രണ്ട് പ്രകൃതങ്ങളുണ്ട്. ഇത് ഒന്നിനോട് ചേർന്ന് നിന്നേ പറ്റൂ. ഇതിനിടയ്ക്കൊരു സ്ഥലമില്ല. ഒന്നിനോട് നാം ചേർന്ന് നിന്നേ പറ്റുള്ളൂ. അത് ഒന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായം വായിക്കുകയും നമുക്ക് അവസാനിപ്പിക്കാം. 5:16-18. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. ഗലാത്യ ലേഖനം 5:16, 17, 18 ഞാൻ വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പൊ രണ്ടും ഉണ്ടേ ഇല്ലേ? ആരാ പറഞ്ഞ? അപ്പസ്തലൻ പറയാ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, അപ്പോൾ എന്ത് ചെയ്യത്തില്ല? ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ബോത്ത് ആർ കോൺട്രഡിക്ടറി. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. ദേ ആർ കോൺട്രറി the one to the other, and they cannot do the things that you would. Hallelujah. അല്ലേ? നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമായിരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന്റെ ആഗ്രഹം, നന്മ ചെയ്യണമെന്ന, പക്ഷെ എൻ്റെ ജഡത്തിൽ വ്യാപരിക്കുന്നൊരു പ്രമാണത്താൽ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. അത് ചെയ്യണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ എനേബിളിംഗ് ഉണ്ടാവണം. ആത്മാവിന്റെ എംപവറിംഗ് ഉണ്ടാവണം. ആത്മാവിനാൽ എനിക്ക് ലഭിക്കുന്ന ശക്തി ഉണ്ടാവണം. എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ.
18-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. നമ്മൾ ഈ 7-ാം അധ്യായത്തിന്റെ കൺക്ലൂഡിങ് വാക്യമാണ് എൻ്റെ പ്രിയരെ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രമാണത്തിന് കീഴുള്ളവരല്ല. അതിന്റെ അർത്ഥം എന്താണ്? ആത്മാവിനെ അനുസരിച്ചല്ല നടക്കുന്നതെങ്കിൽ, ദൈവവചനത്തെ അനുസരിച്ചല്ല നടക്കുന്നതെങ്കിൽ, കർത്താവ് കാണിച്ചു തന്ന കർത്താവുമായിട്ടുള്ള ബന്ധത്തിലല്ല നാം നടക്കുന്നതെങ്കിൽ, എൻ്റെ പ്രിയരെ, നിങ്ങൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രമാണത്തില. ഈ 18-ാം വാക്യം എന്താ പറഞ്ഞത്? ആ ആ 18-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ചു നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ ആത്മാവിനെ അനുസരിച്ച് നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നമുക്ക് മുന്നേറുവാനും, ആത്മീയമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്ന ഫലം, വിശുദ്ധി എന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും കഴിയുകയുള്ളൂ എൻ്റെ പ്രിയരെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എനിക്കതിൻ്റെ ഇതിനകത്തു നിന്ന് ഇതൊരു വലിയ സമുദ്രം പോലെ കിടക്കുകയാണ്. ഇതിനകത്തു നിന്ന് ഒരു ചെറിയ ഒരു അംശം മാത്രമേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്ത് തരുവാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ ബാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. അല്പമൊക്കെ നമുക്ക് ഈ 7-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുകയും, ഒന്നും മനസ്സിലായില്ലെങ്കിലും എൻ്റെ പ്രിയരെ, എൻ്റെ ബന്ധം ഒരു വ്യക്തിയോടോ ഒരു പ്രത്യേക ശാസ്ത്രത്തോടോ ഒരു വ്യക്തി താല്പര്യങ്ങളോടോ ഒന്നും ആയിരിക്കരുത്. എൻ്റെ റിലേഷൻഷിപ്പ് എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കണം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. അതിനെ അല്പമൊന്ന് കോട്ടിക്കളയാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ലെറ്റ് മീ അണ്ടർലൈൻ ആൻഡ് സേ ദാറ്റ് നിങ്ങൾ ആ വ്യക്തിക്ക് കീഴെയാണ്, വചനത്തിന്റെ കീഴെയല്ല. നിങ്ങൾ ആ വ്യക്തിക്ക് കീഴെയാണ്. ആ വ്യക്തിയാ നിങ്ങളെ ഭരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറയാം. ആരെങ്കിലും ഈ വചനത്തിൽ നിന്ന് അല്പമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ കോട്ടി വെള്ളം ചേർത്ത് സംസാരിച്ചിട്ടും നമുക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ ശരിയായി അങ്ങനെയാണ് എങ്കിൽ, ആ വ്യക്തി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിസ്മ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുക. ബന്ധം നമുക്ക് എപ്പോഴും കർത്താവുമായിട്ടാണ്. കർത്താവിന്റെ കരിസ്മയാണ് നമ്മൾ എപ്പോഴും ഭരിക്കേണ്ടത്. ഈ വചനങ്ങളാ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാല്, ദൈവത്തിന്റെ വരവ് താമസിച്ചാല്, അടുത്ത ആഴ്ച നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് കടന്നിട്ട് നമുക്ക് ആത്മാവിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വലിയ എനേബിളിങ്ങിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ എംപവറിങ്ങിനെ കുറിച്ച് ഹല്ലേലൂയ കേൾക്കാൻ, പഠിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഓവർ ടു യു റിച്ചാർഡ് ബ്രദറെ.